ചിക്കൻ കൊണ്ടൊരു ഉണ്ണിയപ്പമാണ് ഇന്നുണ്ടാക്കുന്നത്. പുറം നല്ല മൊരിഞ്ഞിരിക്കും, അകം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. അതിന് അരക്കപ്പ് അരി 2 മണിക്കൂർ കുതിർത്ത് കഴുകി വെള്ളമില്ലാതെ എടുക്കുക. അത് മിക്സിയിലിട്ട് അരയ്ക്കണം. അതിന് അരയ്ക്കാൻ ഞാൻ ഉപയോഗിച്ചത് ചിക്കൻ പുഴുങ്ങിയ വെള്ളം. ആവശ്യമുള്ള ചിക്കൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടിട്ട് പുഴുങ്ങി 1 വിസിൽ വന്നാൽ മതി. നല്ലപോലെ അരച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് 1 മുട്ട ഒഴിക്കണം. അരക്കപ്പ് അരിക്ക് 1 മുട്ട. അതൊഴിച്ച് ഒന്നടിച്ചാൽ മതി. അടിച്ച് മിക്സിയിൽ നിന്ന് മാറ്റുക. വെള്ളം സ്വല്പം കൂടെ വേണമെന്നുള്ളവർക്ക് ആ പുഴുങ്ങിയ വെള്ളം സ്വല്പം വേണേൽ ചേർക്കാം. ഇതാണ് അതിൻ്റെ പരുവം. ഇത്രയും വെള്ളം മതി. ഇനി ചിക്കനൊക്കെ ചേർത്ത് വരുമ്പം കറക്റ്റാവും. അരക്കപ്പ് ചിക്കൻ കൈകൊണ്ട് പൊടിച്ച് വെച്ചത് ചേർക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 1 പച്ചമുളകേ എടുത്തുള്ളൂ. ചെറിയൊരു സവാള കൊത്തി അരിഞ്ഞത് ചേർക്കുക. കറിവേപ്പില ചെറുതായിട്ട് നുറുക്കി ഇടുക. പിന്നെ മല്ലിയില ആവശ്യമുള്ളവർക്ക് വേണേൽ ചേർക്കാം. വലിയ ആവശ്യം വരത്തില്ല. കറിവേപ്പിലായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. 1 അര ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് നല്ല 1 ടീസ്പൂൺ ചേർക്കുക. പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. നല്ലപോലെ ഇളക്കണം. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്തു. അത് ആവശ്യമുള്ളവർ ചേർത്താൽ മതി. താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ചേർത്തില്ലെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പക്കാര വെച്ച് ചൂടായി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നിറച്ചൊഴിക്കണ്ട. ഓരോ കുഴി അര കുഴി വരത്തക്കവണ്ണം ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക. ആ ചൂട് മീഡിയം സൈസിൽ തന്നെ കിടന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഓരോന്നും തിരിച്ചിടാം. നല്ല എളുപ്പം ആകുകയും ചെയ്യും. ഒന്നുകൂടെ തിരിച്ചിട്ട് എടുക്കുന്ന ഈ പുറം ഈ പരുവത്തിന് മൂത്താൽ മതി. എന്നിട്ട് മുക്കി ഓരോന്ന് കുടഞ്ഞ് ഇങ്ങ് എടുക്കുക. ഇതാണ് പരുവം. ഇനി ബാക്കിയുള്ളതും അതുപോലെ ഒഴിച്ചെടുക്കാം. ഒരു അരക്കപ്പ് അരിക്ക് ഒരു 17-18 എണ്ണം സാധാരണ കിട്ടുന്നത്. അത്യാവശ്യം ഒരു 4 മണി പലഹാരമായിട്ട് കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈ അരി അരയ്ക്കുന്നതിന് പകരം ഇടിയപ്പത്തിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം. പക്ഷെ എന്നാലും ഇത്രയും സോഫ്റ്റായിട്ട് ഇരിക്കത്തില്ല. ഒരു സ്വല്പം കട്ടിയാവും. എന്നാലും ടേസ്റ്റിൽ നിന്നും ഒരു വ്യത്യാസവും വരത്തില്ല.